ഗുഡ് മോർണിംഗ്. എന്ത് ചെയ്യാനാ? കുന്തറിലോട്ട് വന്നതാ. ഒരു ദിവസം കുന്തറിൽ പെട്ടു. അനീഷിന് വയറിളക്കം, പനി, ഇതൊക്കെ ആയിട്ട്. പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ രാവിലെ എണീച്ചപ്പോൾ വാരിക്ക് വയറുവേദന, അനങ്ങാൻ വയ്യ. അങ്ങനെ ഒരു ദിവസം അവിടെ പെട്ടു. കുന്തറിൽ തന്നെ പിന്നെയും നിന്നു. അതിനുശേഷം നമ്മൾ ബിസ്കത്തിലെ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് പതിയെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. നോക്കുമ്പോൾ വരുന്ന വഴി പിന്നെയും സുഖമില്ലേതായി. അങ്ങനെ ഇന്നലെ ഒരു ദിവസം ഇവിടെ സ്റ്റക്കായി. അങ്ങനെ മൊത്തത്തിൽ 3 ദിവസം നമ്മൾ പെട്ടു. ഇവിടെ ആണെങ്കിലും അന്യായമായ വൃത്തികെട്ട ക്ലൈമറ്റും മഴയും തണുപ്പും രക്ഷയില്ല. 2 ദിവസം നമ്മൾ അവിടെ പെട്ടു. ഒരു ദിവസം നമ്മളിവിടെ തേരാപ്പാര അങ്ങോട്ട് നടന്ന് കളിച്ചു, ഇതിൽ കൂടെ ഒക്കെ നടന്ന് കളിച്ചു. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ കൂടെ ഒക്കെ നടന്ന് കളിച്ചു. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഫുഡൊന്നും കിട്ടാനില്ല. ചോറും പൊറോട്ടയും റോട്ടിയൊക്കെ കഴിച്ച് എങ്ങനെയൊക്കെയോ നിൽക്കുകയാണ്. വയറ്റിൽ നിന്ന് പോകുന്നുണ്ട് പേടിച്ചിട്ട് ബിസ്ക്കറ്റും റസ്കും ബ്രെഡൊക്കെയാണ് അനീഷൊക്കെ കഴിക്കുന്നത്. അനീഷ് നിസ്കരിക്കുകയാണ്. ഏകദേശം എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മൾ നേരെ ഇന്ന് ഹാൻഡിലേ പിടിക്കേണ്ട പരിപാടിയാണ്. ഇവിടെ ഒന്നും തുർത്തുക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. ഒരു ദിവസം അവിടെ ലാൻഡ് സ്ലൈഡായിട്ട് റോഡ് ബന്ധായിരുന്നു. പിന്നെ നമുക്ക് ഈ വയറും കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ തുർത്തുക്ക് ഒഴിവാക്കി. പാങ്ങോങ് ടീസുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഏകദേശം ഒഴിവാക്കിയ രീതിയിലുള്ളത്. പക്ഷേ നമ്മൾ ഹാൻഡിലേ പോകുന്നു, ഉമ്ലിങ്ങിലേ പോകുന്നു. അതിന് ശേഷം മണാലി പിടിക്കേണ്ട പ്ലാനാണ് ഇപ്പോൾ. അനീഷ് അതിൻ്റെ ഇടയ്ക്ക് നേരെ ലേ പോകണോ വീട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് നേരെ ഹാൻഡിലോട്ട് പോകാം. പാങ്ങോങ് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. നമ്മളെ സ്പെയറുള്ള 3 ഡേയ്സും ഓൾറെഡി പോയി. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. ക്ലാസ് പിന്നെ വരാൻ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ലഗേജസൊക്കെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ അവിടെ നിന്ന് തെറിയണം എങ്ങനെയെങ്കിലും. 3 ദിവസം നമ്മളിവിടെ നുബ്ര വാലി കുടുങ്ങിപ്പോയി. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ കുറച്ച് ആർമിയുടെ ഓഫീസും ഹോസ്പിറ്റലിൽ ഗുളിക അതൊക്കെ തന്നു. അതൊക്കെ കഴിച്ച് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒരുപാട് ഗുളിക കഴിച്ചു. ORS ലൈനി കലക്കി കുടിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ 0 കാഷ്വാലിറ്റീസ് ആയിരുന്നു. അങ്ങനെ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ടു ഹാൻഡിൽ. അല്ല പാപ്പ, നമുക്ക് പെട്രോൾ അവിടുന്ന് മറ്റേ നുബ്ര വാലിൻ്റെ അവിടുന്ന് ഫിൽ ചെയ്താൽ പോരെ? ഇവിടുന്ന് അടിച്ചു പോയിട്ട് പിന്നെ അവിടം വരെ ഓടണ്ടേ? ഇന്നലെ ഇവിടുന്ന് അവിടം വരെ ഓടിയിട്ട് അവിടുന്ന് ഫിൽ ചെയ്യുന്നല്ലേ? അവിടുന്ന് അടിക്കാം അല്ലേ? അവിടുന്ന് മറ്റേ പൊടിക്കാറ്റിനെ മാറി അവിടുന്ന് അടിച്ചാൽ പോരെ? ഞാൻ പോവാം. അപ്പം നമ്മൾ നൈസായിട്ട് നുബ്ര വാലിയോട് വിട പറയുകയാണ്. അനീഷ് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തിനാണാവോ? അപ്പം ഇതാണ് ഇപ്പം നുബ്ര വാലിയുടെ വ്യൂ. വീണ്ടും കാണിക്കുകയാണ്. അത്ര മനോഹരമായ വ്യൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഹാൻഡിലോട്ട് 7.5 മണിക്കൂറൊക്കെ കാണിക്കുന്നത്. 317 കിലോമീറ്റർ. അതിന്ന് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. മാക്സിമം ഓടിച്ച് നോക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. റോഡ് നല്ലതാണെങ്കിൽ ഒരു ചവിട്ടി പിടിക്കായിരുന്നു. പക്ഷേ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്.
വ്യൂ മാൻ. ഓ, ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട് ഇപ്പോൾ. നീണ്ട് കിടക്കണം അങ്ങനെ റോഡ്. ഈ സ്ഥലത്ത് മാത്രം ഇങ്ങനെ നല്ല നീണ്ട റോഡ്. പിന്നെ ലേയിലോട്ട് വരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു പെട്രോൾ പമ്പ് ഇടുന്നു, അവിടെ റീഫിൽ ചെയ്യണം. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 4 മണിയാകുമ്പോൾ ഹാൻഡ്ലേയിൽ എത്തുന്നതാണ് മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാട് ശേഷം നമ്മൾ ബാക്ക് ഓൺ ട്രാക്ക്, ബാക്ക് ഓൺ റോഡ്. വണ്ടി ഓടിച്ചിട്ട് 3 ദിവസമായി. അല്ലെങ്കിൽ ജസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങാനും ബ്രെഡ് വാങ്ങാനും വേണ്ടി പുറത്തോട്ട് വണ്ടി എടുത്ത് പോകും. 3 ദിവസം നമ്മൾ സ്റ്റക്കായിപ്പോയി. 3 റിസർവ് ഡേ നമുക്ക് ഉണ്ടായിരുന്നു. ആ 3 റിസർവ് ഡേയും പോയി. ഇനിയും ടൈറ്റ് ഷെഡ്യൂളിൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ പിടിക്കാമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് പോസിബിളായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് മാത്രം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോട്ട് ടേക്കിംഗ് എനി റിസ്ക്. ഓക്കെ, നിനക്ക് വയറുവേദന എടുക്കുന്നുണ്ട്? എന്താ നിനക്ക് തളർച്ച പോലെ? അപ്പം നമ്മളിവിടുന്ന് ദിസ്കിത്ത് നിന്ന് തിരിച്ച് വരുന്നേരം ലെഫ്റ്റ് എടുക്കുക. മുകളിൽ കുറച്ചുകൂടെ മുകളിൽ പോയിട്ടുള്ള വഴി എന്താ വർക്ക് കിടക്കുന്നതുകൊണ്ട് അടച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദിസ്കിത്ത് കഴിഞ്ഞ് കുറേ മുമ്പോട്ട് വരുമ്പോൾ പാങ്ങോങ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ആ വഴിയാണിത്. ഇതിപ്പം ടെമ്പററി ആക്കി ഉണ്ടാക്കുന്ന റോഡാണെന്ന് തോന്നുന്നു. അപ്പം ഞാനും മലൂട്ടനും ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പാങ്ങോങ് അതുവഴി നേരെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അനീഷ് പിന്നെ തിരിച്ച് ലേയിലോട്ട് പോയി. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവന് വയ്യ, അവന് ദോശയും ചമ്മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. അവനെങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു മൂഡിലായി തോന്നുന്നു. ആ ലേ പോയിട്ട് ലേന്ന് ഒറ്റയ്ക്ക് പോകുന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ലേന്ന് ഷിപ്പ് ചെയ്യും, ലേന്ന് വണ്ടി ഷിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ലേന്ന് ബസ്സിന് പോകുമായിരിക്കും മണാലി, അറിയില്ല. അവൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പോവാണ്. നമ്മൾ വിചാരിച്ച് നമ്മളെ കൂടെ വരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പറഞ്ഞില്ല ഞാൻ പിന്നെ ലേയിലോട്ട് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ ഡീവിയേറ്റ് ചെയ്ത് പോയി. നമ്മൾ പിന്നെയും ഒബ്ലിങ്ങിലാന്നുള്ളൊരു മോട്ടിവേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റോഡിലോട്ട് കണക്റ്റ് ആവും. ഇതാണ് പാങ്ങോങ്ങിലോട്ട് വന്ന വഴി. പാങ്ങോങ് കയറാതെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ്ലേയിലോട്ട് എത്താം. അപ്പം അനീഷ് ഇപ്പോൾ ഇതുവഴി നേരെ കയറി കർദുംഗ്ല കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു 110 കിലോമീറ്ററേ ഉള്ളൂ. കർദുംഗ്ല കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ എത്തും. നമ്മൾ റീഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. പതിയെ ഹാൻഡിലോട്ട് വെച്ച് പിടിക്കാം എന്ന് വിചാരിക്കുന്നു. റോഡ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. നമ്മളൊരു 60-70 ഇങ്ങനെ പിടിച്ച് പോവുകയാണ്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ റോഡ്.
റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ്. ഒരു ചെറിയൊരു താറിട്ടൊരു സാധനം കാണുന്നുണ്ട്. മച്ചി അത് നല്ല റോഡായിരിക്കണേ എന്നാണ് എൻ്റെ ഒരു റോഡ് കയറിയിട്ടുണ്ട്. എത്ര ദൂരം ഉണ്ടാവും എന്നറിയില്ല. എൻ്റെ മോനെ, ഇതൊരു പണി പിടിച്ച സ്ഥലമാണ്. നമ്മൾ വന്ന സ്പീഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊളഞ്ഞ് രണ്ടും കൂടെ നിലത്ത് കിടന്നേനെ. ഇനിയിപ്പോൾ പയ്യെ പയ്യെ രണ്ട് കാലും ചവിട്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇത് തന്നെയാണല്ലോ ഈശ്വരമുള്ളത്. യമാലേ, ഇതിന് കൂടെ പയ്യെ ഓടിച്ചു പോവാ. ഇത് നല്ല കുട്ടയുള്ള റോഡായിരുന്നു ഈശ്വര. നമ്മൾ കുന്തറിലെല്ലാം കണ്ട സാൻഡ് ഡ്യൂൺസിൻ്റെ അതേ സാൻഡ് ഇവിടം വരെ ഉള്ളൂ. ആരോട്ടും നമ്മളെ വെയിറ്റ് ചെയ്യാൻ തോന്നും. ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവാൻ. പിന്നെ ഇടക്കിടക്കുണ്ടല്ലോ. ഒരു വിധത്തിൽ നമ്മൾ കയറി വന്നപ്പോൾ ആ പാലം കടന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ നല്ല റോഡ്. നല്ല സുന്ദരമായ കാറിട്ട റോഡ്. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നേരം പ്ലാന് ചെറിയൊരു മാറ്റം വന്നു. ഇന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ ഹാൻഡിലെത്തുന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ സാധ്യതയില്ല. നിങ്ങൾ പാങ്ങോങ് പിടിച്ചിട്ട് പാങ്ങോങ്ങിൻ്റെ സൈഡ് കൂടെയുള്ള റോഡ് വഴി ഹാൻഡിലെ നാളെ പൊക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പാങ്ങോങ് സ്റ്റേ ചെയ്യേണ്ട പരിപാടിയാണ്. എൻ്റെ പൊന്നെ, റോഡെന്ന് പറഞ്ഞ സാധനമില്ല. ഇതവസ്ഥ. സൈഡിലാണെങ്കിൽ ചെറിയ കൊക്ക വീണ വെള്ളത്തിലാണ് അത്രേ ഉള്ളൂ. അങ്ങ് ദൂരെ ടാർട്ട റോഡ് കാണുന്നുണ്ട്. അമ്മച്ചി ഹെമ്മേ എന്ന് പറഞ്ഞിട്ട് അവസ്ഥ. എൻ്റെ മോനെ, അയ്യോ, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി.
ഇങ്ങനെ ചവിട്ടി പിടിക്കുകയാണ് ഇപ്പോൾ. നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. എന്താ വ്യൂ, അടിപൊളി വ്യൂ. ഒരു 60-80 രൂപ വെച്ച് ഇങ്ങനെ പിടിക്കുകയാണ് നമ്മൾ. അധികം സ്പീഡ് പോകുന്നില്ല. പക്ഷെ അന്യായ വ്യൂ ആണ്. ചുറ്റും മലയാണ്. ഇടയിൽ കൂടെ ഒരു റോഡും. വാ വേറെന്താ വേണ്ട. ആരോട്ടും പോകുന്നതാണ് നല്ല രസമുണ്ട്. അവസ്ഥയാണ്. ഇവിടെ ഒന്നുമില്ല. അങ്ങനെയെങ്കിലും ഓടി അങ്ങോട്ട് എത്തുക, ഇത്രയേ ഉള്ളൂ. ഒരടയാളം പോലും ഇല്ല റോഡിൻ്റെ. മച്ചി വേണ്ട വേണ്ട, പതുക്കെ അങ്ങോട്ട് പിടിക്കാതെ. ഉരുളം കല്ലും വെള്ളവും. പില്യൺ ലഗേജൊക്കെ വെച്ചിട്ട് നല്ല സുഖമാണ്, നല്ല സുഖമാണ്. അതൊക്കെ എടുത്ത് കയറി വരെ. യശോദേ, വെറും കല്ലും കുട്ടം മാത്രം ആണുള്ളത്. അങ്ങനെ നമ്മൾ പാങ്ങോങ് ഡിസോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, അലൂട്ടനുണ്ട്. ഇവിടെ ഒരു വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അവന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്യും. നീ ഒരു 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ. SD കാർഡിൻ്റെ സൈസൊക്കെ പറയാൻ SD കാർഡിന് കുറച്ചും കൂടി ഉണ്ടാകും. ഇവിടെ എല്ലാം ഓക്കെ. ിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇടതു ഭാഗത്തൊരു അരുവി പോകുന്നുണ്ട്. ആ അരുവി പോകുന്നതിൻ്റെ 2 ഭാഗത്തും പച്ചപ്പായിട്ട് എന്ത് രസം കാണാം.
കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇടതുഭാഗത്ത് രക്ഷയില്ല, അന്യായ വ്യൂ. ഈ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. മച്ചി എനിക്ക് വയ്യ കേട്ടോ. വളവൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നേരം ഇതൊക്കെയാണ് കാഴ്ച. ഈ വാലിയിൽ ചെറിയൊരു വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു. തുർബുക്ക് 5 ലേ 115. ലേ ഇതിലൂടെ പോവാം, ഇതിലൂടെ പോവാൻ തോന്നുന്നു. നമ്മൾ പാങ്ങോങ്ങൻ ലേക്കിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ദൂരെ കാണുന്നതാണ് പാങ്ങോങ്ങൻ ലേക്ക്. ഇവിടുന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു എന്താ രസം. ബ്ലൂ കളറിൽ നമ്മളെ പണ്ട് ഡ്രസ്സിനൊക്കെ നീല മുക്കുന്ന പോലത്തെ, അതും മുക്കിയിട്ട പോലത്തെ നീല കളർ സാധനം അവിടെ. അടുത്ത് പോയി നോക്കാം, പോവാ. അങ്ങനെ നമ്മൾ നിങ്ങളത് കണ്ട നമ്മളങ്ങനെ എൻ്റെ പൊന്നെ എന്ത് കളറ്. നമ്മളങ്ങനെ പാങ്ങോങ് ലേക്ക് എത്തിയിരിക്കുകയാണ്. വയ്യ കേട്ടോ കാണാൻ. എന്താല്ലേ എന്ത് ഭംഗിയെന്നറിയാം കാണാൻ. ഫുൾ നീല കളർ. എൻ്റെ ദൈവമേ, അൺബിലീവബിൾ. എന്തത്? എന്തത്? നമ്മൾ എത്തിയിരിക്കുകയാണ്.
അങ്ങനെ പാങ്ങോങ് ലേക്കിൻ്റെ തീരത്ത് കൂടി ഞങ്ങൾ ചെറിയ ഓഫ് റോഡ് കലാപരിപാടി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് പാങ്ങോങ് ലേക്കിൽ ഈവനിങ് വ്യൂ. സൺസെറ്റ് ആകുന്നേരം ഒരു റെഡ് കളർ വന്നിട്ട് അതും മൊത്തമായിട്ട് മേഘങ്ങളുടെ അടിക്കുമ്പോൾ അവിടെ റെഡ്, മഞ്ഞിൻ്റെ മുകളിൽ അടിക്കുന്നേരം അവിടെ റെഡ്, അങ്ങനെ ഒരു അടിപൊളി ഈവനിങ്. മഞ്ഞായ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര. ഈ സ്ഥലം നമ്മൾ സ്കിപ്പ് ചെയ്യാനിരുന്നതാണ് ഓർത്തിട്ട് എനിക്ക് തന്നെ റിഗ്രറ്റ് പോകും. സ്കിപ്പ് ചെയ്തിരുന്ന ഞങ്ങൾ ഏറ്റവും വലിയൊരു നഷ്ടമായതിന്. ചുമ്മാ പാങ്ങോങ് ലേക്കല്ലേ സ്കിപ്പ് ചെയ്തേക്കാമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേക്കും അതിൻ്റെ സൈഡിൽ മൗണ്ടൻസും വേറെ എവിടെയും കിട്ടത്തില്ല. മുകളിൽ നമ്മളൊരു ടെൻറ്റ് പോലത്തെ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. ആരും അറിഞ്ഞ് തണുപ്പ് കൂടുതലാണ് 2 കമ്പിളിപ്പത് കൂടെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാങ്ങിക്കണം. മാതിരി തണുപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നാളെ രാവിലെ എണീച്ചിട്ട് ഹാൻഡേലോട്ട് പോകണം. പാങ്ങോങ്ങിനോട് വിട പറഞ്ഞ് രാവിലെ ഒന്നുകൂടെ ദർശനം നേടി നേരെ ഹാൻഡിലെ വെച്ച് പിടിക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മാൻ വില്ലേജ് ആ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ഹാൻഡിലെ പോകുന്ന വഴിക്ക് ചെന്ന് മുട്ടുന്നാണ് ഇവിടുത്തെ പുള്ളി പറഞ്ഞത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുത്തെ പറഞ്ഞത്. നമ്മളെ പ്ലാൻ അങ്ങനെ തിരിച്ചു പോയിട്ട് ദിബുക്കുന്ന് അവിടെ നിന്ന് അങ്ങനെ തെറ്റിയിട്ട് പിന്നെയും മറ്റേ റോഡ് കയറാനായിരുന്നു. അങ്ങനെ തിരിച്ചു പോകേണ്ട കാര്യമില്ല, ഇതിലൂടെ പോകാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ വഴി അടിച്ചു പിടിച്ച്, വഴിയൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. കുറച്ച് പോകാൻ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ പാങ്ങോങ് ലേക്കിലോട്ട് വന്ന സെയിം റോഡാണ്, അത്യാവശ്യം നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതും പിടിച്ച് നാളെ നമുക്ക് ഹാൻഡിലേ കാണാം. ഓക്കെ, ബൈ.